ഇവിടെ നല്ല നല്ല രീതിയിൽ അംഗീകരിക്കേണ്ട ആളുകൾ അംഗീകരിക്കാതിരിക്കുക. ചില ആശ്രിത വത്സലരെ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ്. ആ നേതാക്കളെ അവരെ കാലി തിരുമ്പി നടക്കുന്ന കുറേ ആളുകൾക്ക് ആവശ്യത്തിലധികമായിട്ടുള്ള അനർഹർക്കും പ്രമോഷൻ കൊടുക്കുന്ന ഒരു രീതി കേട്ടില്ലേ? കോൺഗ്രസ് വിട്ട ഒരു നേതാവിൻ്റെ അഭിപ്രായമാണ്. പാലക്കാട് ജില്ലയിലെ DCC സെക്രട്ടറി ആയിരുന്ന ഷൊർണൂർ ജയൻ പാർട്ടി വിട്ട് CPMലേക്ക് ചേക്കേറിയതിനു ശേഷം പറഞ്ഞ വാചകമാണ്. അതൃപ്തിയുടെ ഒരു കടൽ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ. പല പെട്ടിതാങ്ങികൾക്കും മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരെല്ലാം പോകുന്നെങ്കിൽ പോകട്ടെ. പ്രത്യേകിച്ച് BJPയിലാണെങ്കിൽ വളരെ സന്തോഷം. അതാകുമ്പോൾ നമ്മുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചാണല്ലോ. അവിടെ എത്തിപ്പെടുന്നതിൽ ദുഃഖിക്കേണ്ടതില്ല എന്നുള്ള നിലപാട്. പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിട്ട ശക്തമായ അവഗണനയാണ് ഷൊർണൂർ ജയനെ CPMലേക്ക് വരാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നു. കാരണം പലവട്ടം പല കാര്യങ്ങളും നമ്മൾ അവതരിപ്പിച്ചപ്പോഴും അതിനൊന്നും നമ്മൾ പറഞ്ഞ വാക്കുകൾക്ക് വില തരണമെന്നില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ പറയുന്നതിന് അപമാനിക്കുന്ന രീതിയിലുള്ള ചിന്തകളാണ് ഈ നേതൃത്വത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ നല്ലത് പറയുന്നത് അത് എടുക്കണം എന്നൊരു ചിന്തയെങ്കിലും അല്ല വിജയൻ പറയുന്ന ചർച്ച. ഈ ഒരു ചർച്ചയില്ലാതെ എങ്ങനെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകും? ഞങ്ങൾ തീരുമാനിക്കുന്ന എന്താണോ അതാണ് ശരിയെന്ന് പറയുന്ന നേതൃത്വത്തിൻ്റെ ശൈലിയോട് വ്യക്തമായ വിയോജിപ്പ് കുറച്ച് കാലങ്ങളായി തുടരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും വരും. പലരും ഞാൻ പറഞ്ഞ അതൃപ്തിയുടെ ഒരു കടൽ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ. കാരണം നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയാം, നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരെ നിയമിച്ച കമ്മിറ്റി അനൗൺസ് ചെയ്യില്ല, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയോഗിച്ചാൽ കമ്മിറ്റി അനൗൺസ് ചെയ്യില്ല. കാരണം ഗ്രൂപ്പിൻ്റെ വടംവലികൾ ആര് വെക്കണം, അനർഹരൊക്കെ കയറിക്കൊണ്ടു. ഇങ്ങനെ കമ്മിറ്റികളില്ലാത്ത പ്രസിഡന്റുമാരുടെ സംഘടനയായി ഒരു സിംഗിൾ പ്രസിഡന്റ് സംഘടനയെ ഇതിൻ്റെ പേരിൽ കഴിവുള്ള പ്രവർത്തിക്കാൻ വളരെ ആത്മാർത്ഥത കാണിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിൽ ഞാനൊരു പാർട്ടി എന്നോട് പലരും വിളിച്ച് സങ്കടം പറയാറുണ്ട്. ഇപ്പം ഞാനൊക്കെ ഒരു മാറ്റം ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഒരു പക്ഷേ അവരുടെയൊക്കെ അവർക്കൊരു പ്രചോദനം കിട്ടും. തീർച്ചയായിട്ടും അത്തരം അസംതൃപ്തർ നാളെ തൊട്ട് തന്നെ എന്നോട് സംസാരിക്കും, ഞാൻ അവരോട് സംസാരിക്കും. നിരവധി പേർ ഈ ദിവസങ്ങൾക്ക് അത് വളരെ ആത്മാർത്ഥം എനിക്ക് അറിയുന്നൊരു സത്യമായതുകൊണ്ടാണ് അത് വന്നിരിക്കും. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ പാർട്ടി വിട്ടു പോകുമ്പോൾ വേദനിക്കണമെന്നാണ് ഞാനൊക്കെ പഠിച്ച മതം. ഞാൻ CPMലൊക്കെ അത് കണ്ടിട്ടുണ്ട്. വളരെ കാലുഷ്യമായി ചർച്ച ചെയ്യാൻ കാര്യം. പക്ഷേ കോൺഗ്രസ്സിലെ ചർച്ച തന്നെ എന്താണ്? പോകുന്നവർ പോട്ടെ, അതുകൊണ്ടൊന്നും. ഇപ്പോൾ ഏറ്റവും അവസാനം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അറിയപ്പെടുന്ന മേൽവിലാസം എന്ന കരുണാകരൻ്റെ മകൾ പോയപ്പോഴും പറയുന്ന വാക്കൊന്നാണ്, പോയിക്കോട്ടെ, അതിനൊന്നുമില്ല, ഒന്നും സമയം. കുറേ പേര് അവരെ അപമാനിക്കുകയാണ്. എന്തുകൊണ്ട് അവർ പോയി എന്നുള്ള കാരണത്തിലേക്ക് ആരും ഇറങ്ങി ചെല്ലുന്നില്ല. അപ്പോൾ ഇവിടെ നല്ല നല്ല രീതിയിൽ അംഗീകരിക്കേണ്ട ആളുകൾ അംഗീകരിക്കാതിരിക്കുക. ചില ആശ്രിത വത്സലരെ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ്. ആ നേതാക്കളെ അവരെ കാലി തിരുമ്പി നടക്കുന്ന കുറേ ആളുകൾക്ക് ആവശ്യത്തിലധികമായിട്ടുള്ള അനർഹർക്കും പ്രമോഷൻ കൊടുക്കുന്ന ഒരു രീതി. വലിയ വലിയ നേതാക്കന്മാരും മക്കളെല്ലാം പാർട്ടി വിട്ടു പോകുമ്പോൾ ഗിറും സംഗീസനും ഊറിച്ചിരിച്ചുകൊണ്ട് കൈയടിക്കുകയാണ്. പോകുന്നവർ പോട്ടെ 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 എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അതിൽ പല കോൺഗ്രസ് നേതാക്കന്മാരും, പ്രത്യേകിച്ച് പാർട്ടിയോട് വല്ലാത്ത താല്പര്യമുള്ളവർ, അവർക്ക് വല്ലാത്ത വേദനയുണ്ടാകുന്നുണ്ട്. ഗതികെട്ട് അവർക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല. കാര്യം പാർട്ടിയെ സ്നേഹിച്ച് നിൽക്കുന്നവർക്ക് അതിനകത്ത് ഒരിടം പോലുമില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ പിന്നെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നും ജയൻ പറയുന്നു. ഈ വരക്കം ഒരു തുടക്കം കൂടിയാണ്. ഇനി പലരും ഇതേ പാത സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. കേരളത്തിലാകമാനം തന്നെ BJPയിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഈ നാട്ടിലെ ജനാധിപത്യം നിലനിൽക്കണമെന്ന ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഇതുപോലെ മതനിരപേക്ഷതയുടെ പാതയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് കൃത്യമായ നിലപാടുമുണ്ട്. എന്നാൽ ഇതില്ലാത്തവർക്ക് എന്നും സംഘപരിവാർ കേന്ദ്രമാണ് നല്ലത്. കാര്യം ഇവിടെ ആയിരുന്നാലും അവിടെ ആയിരുന്നാലും രണ്ടിലും പെട്ടിയും കാലുതിരുമലും മുഖ്യമാണ്. അവിടെ നിൽക്കാൻ പറ്റൂ. അങ്ങനെ അവർക്ക് വളരാനും പറ്റുള്ളൂ.